ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 4 റസിൽ ഓഫ് വിങ്സ് എന്ന് പറയുന്ന യൂണിറ്റിലെ 2ാമത്തെ ലെസൺ ആയിട്ടുള്ള ഡോർസ് ഓഫ് ഡയറിങ് എന്ന് പറയുന്ന പുതിയ ഒരു ലെസണാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഹാവ് യു എവർ ക്ലൈംബ് എ മൗണ്ടെയിൻ? എന്താണ്, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു മൗണ്ടെയിൻ ക്ലൈംബ് ചെയ്തിട്ടുണ്ടോ? ഇമാജിൻ ക്ലൈംബിംഗ് എ സ്റ്റീപ്പ് ടവറിംഗ് മൗണ്ടെയിൻ. വാട്ട് തോട്ട്സ് ആൻഡ് ഇമോഷൻസ് വുഡ് ഗോ ത്രൂ യുവർ മൈൻഡ്? ലെറ്റ് us റീഡ് ദ പോം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു പോമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒരു സ്റ്റീപ്പായിട്ടുള്ള ഒരു ടവറിങ് മൗണ്ടെയിൻ, നല്ല കുത്തനുള്ള ഒരു മൗണ്ടെയിൻ നമ്മൾ കയറാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ തോട്ട്സ് ആയിരിക്കും, എന്തൊക്കെയായിരിക്കും നമ്മുടെ ഇമോഷൻസ് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പോമിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ലെറ്റ് us റീഡ് ദ പോം ഡോർസ് ഓഫ് ഡയറിങ്. അപ്പോൾ എന്താണ് നമ്മുടെ ലെസൻ്റെ പേര്? ഡോർസ് ഓഫ് ഡയറിങ് ആണ്. ഹെൻറി വാൻ ഡൈക്ക് എഴുതിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ പോമാണ് ഡോർസ് ഓഫ് ഡയറിങ്. അപ്പോൾ ഡയർ എന്ന് പറഞ്ഞാൽ എന്താ? ഡെയർ എന്ന് പറഞ്ഞാൽ ധൈര്യമാണ്. അതായത് ധൈര്യത്തിൻ്റെ ഡോഴ്സ്, ധൈര്യത്തിൻ്റെ വാതിലുകൾ. അപ്പോൾ ധൈര്യം, നമ്മുടെ ലൈഫിൽ ധൈര്യത്തിന് എത്ര ഇമ്പോർട്ടൻസ് ഓഫ് ബ്രേവറി ആണ് നമ്മൾ ഈ ലെസണിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ലൈഫിൽ ധൈര്യത്തിന് എത്രമാത്രം നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിൽ പ്രാധാന്യമുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഈ ലെസണിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. The mountains that enfold the vale with walls of granite, steep and high, invite the fearless foot to scale their stairway towards the sky. അപ്പോൾ എന്താണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്? The mountains that enfold the vale. Enfold എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റപ്പെടുക. Enfold the vale എന്ന് പറഞ്ഞാൽ വാലി. അപ്പോൾ എന്താണ്? മൗണ്ടെയിൻസ് എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങൾ എന്ത് ചെയ്യാണ്? ഈ വാലികളിന്, അതായത് വാലീനെ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. വിത്ത് വാൾസ് ഓഫ് ഗ്രാനൈറ്റ്, സ്റ്റീപ്പ് ആൻഡ് ഹൈ. അപ്പോൾ മൗണ്ടെയിൻസ് എങ്ങനെയുള്ളതാണെന്നാണ് പറയുന്നത്? വിത്ത് വാൾസ് ഓഫ് ഗ്രാനൈറ്റ്. അതിൻ്റെ വാൾസ് എന്ന് പറയുന്നത് ഗ്രാനൈറ്റ് പോലെയാണ്. സ്റ്റീപ്പ് ആൻഡ് ഹൈ. സ്റ്റീപ്പ് എന്ന് പറഞ്ഞാൽ കുത്തനെ, ഹൈ എന്ന് പറഞ്ഞാൽ നല്ല ഉയരത്തിൽ. അപ്പോൾ നല്ല ഉയരത്തിൽ കുത്തനുള്ള അതിൻ്റെ വാൾസ് എന്ന് പറയുമ്പോൾ ഗ്രാനൈറ്റ് പോലെയുള്ള മൗണ്ടെയിനാണ് വാലിയെ ചുറ്റപ്പെട്ട് കിടക്കുന്നത്. ഓക്കെ. ഇൻവൈറ്റ് ദ ഫിയർലെസ് ഫൂട്ട്സ് ടു സ്കെയിൽ ദെയർ സ്റ്റെയർവേ ടുവേർഡ്സ് ദ സ്കൈ. അപ്പോൾ ഇൻവൈറ്റ് ദ ഫിയർലെസ് ഫൂട്ട് എന്ന് പറഞ്ഞാൽ പേടിയില്ലാത്ത ഫൂട്ട് എന്ന് പറഞ്ഞാൽ പാദങ്ങൾ. അതായത് ഇൻവൈറ്റ് ചെയ്യാണ് ഈ മൗണ്ടെയിൻ. ആരെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്? പേടിയില്ലാത്ത പാദങ്ങളെ, അതായത് പേടിയില്ലാത്ത മനുഷ്യന്മാരെ, ധൈര്യശാലികളായിട്ടുള്ള മൗണ്ടെയിൻ കയറാൻ മാത്രം ധൈര്യമുള്ള, പേടിയില്ലാത്ത നല്ല ധൈര്യശാലികളായിട്ടുള്ള ആൾക്കാരെ എന്ത് ചെയ്യാൻ വേണ്ടിയാണ്? സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ക്ലൈംബ് ചെയ്യുക. അപ്പോൾ ക്ലൈംബ് ചെയ്യാൻ വേണ്ടിയിട്ട് മൗണ്ടെയിൻ വിളിക്കുകയാണ്, മൗണ്ടെയിൻ ഇൻവൈറ്റ് ചെയ്യാണ്. ഓക്കെ. ദെയർ സ്റ്റെയർവേ ടുവേർഡ്സ് ദ സ്കൈ. അപ്പോൾ എന്തുകൊണ്ടാണ് മൗണ്ടെയിൻ ഇങ്ങനത്തെ ആൾക്കാരെ വിളിക്കുന്നതെന്ന് വെച്ചാൽ, ദെയർ സ്റ്റെയർവേ ടുവേർഡ്സ് ദ സ്കൈ. അതിൻ്റെ സ്റ്റെയർവേ എന്ന് പറയുന്നത്, അതായത് അതിൻ്റെ പടികൾ എന്ന് പറഞ്ഞാൽ എങ്ങോട്ടേക്കുള്ളതാണ്? ആകാശത്തിലേക്കുള്ളതാണ്. അപ്പോൾ അത്രയും നീളത്തിലുള്ള മൗണ്ടെയിൻ എന്ത് ചെയ്യാണ്? മൗണ്ടെയിൻ വാലിയുമായി എൻഫോൾഡ് ചെയ്തിട്ട് കിടക്കുകയാണ്, ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. അതിൻ്റെ വാൾസ് ഗ്രാനൈറ്റ് ആണ്. നല്ല സ്റ്റീപ്പ് എന്ന് പറഞ്ഞാൽ നല്ല കുത്തനുള്ള, ഹൈ ആയിട്ടുള്ള മൗണ്ടെയിൻ ആണ്. അത് നല്ല ധൈര്യശാലികളായിട്ടുള്ള ആൾക്കാരെ ക്ഷണിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റെയർവേ, പടികൾ എന്ന് പറയുന്നത് ആകാശത്തിലോട്ടാണ്. അത്രയും വലിയ മലകളാണെന്നാണ് കവി പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റാൻസ നോക്കി നോക്കാം. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റാൻസ നോക്കാം. ദ റെസ്റ്റ്ലെസ് ഡീപ് ഡിവൈഡിങ് സീ ദാറ്റ് ഫ്ലോസ് ആൻഡ് ഫോംസ് ഫ്രം ഷോർ ടു ഷോർ കോൾസ് ടു ഇറ്റ്സ് സൺബേൺ chivalry,
push out, set sail, explore. അപ്പോൾ എന്താണ് സെക്കൻഡ് സ്റ്റാൻസയിൽ പറയുന്നത്? ദ റെസ്റ്റ്ലെസ് ഡീപ്പ് ഡിവൈഡിങ് സീ. അപ്പോൾ എങ്ങനത്തെ കടലാണ് റെസ്റ്റ്ലെസ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ഇല്ലാത്ത കടൽ, റെസ്റ്റ് ഇല്ലാത്ത ഡീപ്പ് ഡിവൈഡിങ് സീ, നല്ല ആഴമുള്ള കടൽ. ദാറ്റ് ഫ്ലോസ് ആൻഡ് ഫോംസ് ഫ്രം ഷോർ ടു ഷോർ. അത് എന്ത് ചെയ്യാണ്? റെസ്റ്റ് ഇല്ലാത്ത നല്ല ആഴമുള്ള കടൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഫ്ലോ ചെയ്ത് കൊണ്ടിരിക്കുകയാണ്, ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഫോംസ് ഫ്രം ഷോർ ടു ഷോർ. അപ്പോൾ ഇങ്ങനെ തീരം തൊട്ട് തീരം വരെ പതഞ്ഞ് അത് ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കോൾസ് ടു ഇറ്റ്സ് സൺബേൺ ഷിവാൽറി, പുഷ് ഔട്ട്, സെറ്റ് സെയിൽ, എക്സ്പ്ലോർ. അപ്പോൾ ഇത് എന്ത് ചെയ്യാണ്? അത് ഷിവാൽറി, സൺബേൺഡ് ഷിവാൽറി, അതായത് സൺബേണൊക്കെ കൊണ്ട്, അതായത് നമ്മൾ ചൂടൊക്കെ സണ്ണൊക്കെ നന്നായി ചൂട് കാലത്തൊക്കെ നമ്മുടെ മേത്ത് എന്താ സൂര്യാഘാതം, സൺബേണൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ ആ സൺബേണൊക്കെ ഉള്ള ഷിവാൽറി എന്ന് പറഞ്ഞാൽ നല്ല ധൈര്യശാലികളായിട്ടുള്ള മനുഷ്യർ. അതായത് പണ്ട് കാലത്ത് ഇംഗ്ലണ്ടിലൊക്കെ രാജാക്കന്മാരുടെ താഴെയുള്ള ആൾക്കാർ, അതായത് എന്തെങ്കിലും പ്രശ്നമൊക്കെ വരുമ്പോൾ അവരെ ആൾക്കാരെ സഹായിക്കുന്ന കുതിരപ്പുറത്ത് പോയിട്ട് എപ്പോഴും അവർ പുറത്തായിരിക്കും, എന്താവശ്യത്തിനും അവരുണ്ടായിരിക്കും. അത്രയും പവർഫുൾ ആയിട്ടുള്ള, അത്രയും ധൈര്യശാലികളായിട്ടുള്ള മനുഷ്യരായിരുന്നു. ആർക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അവർ ഫസ്റ്റ് എത്തും. അപ്പോൾ അത്തരം മനുഷ്യരെന്തായിരിക്കും? സദാസമയം പുറത്തായിരിക്കും. പുറത്തിങ്ങനെ കുതിരപ്പുറത്ത് പോകുമ്പോൾ സൺബേണൊക്കെ അടിക്കും. അപ്പോൾ അത്തരം സൺബേണൊക്കെ ഉള്ള അത്രയും ധൈര്യശാലികളായ മനുഷ്യന്മാരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പുഷ് ഔട്ട്, സെറ്റ് സെയിൽ, എക്സ്പ്ലോർ. എന്താണ്? എത്രയും പെട്ടെന്ന് പുറപ്പെടൂ, നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറഞ്ഞിട്ട് ആ ധൈര്യശാലികളായ ആൾക്കാരെ ക്ഷണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് സ്റ്റാൻസ നോക്കാം. അപ്പോൾ ലാസ്റ്റ് സ്റ്റാൻസ് എന്താ? ആൻഡ് ഓൾ ദ ബാർസ് അറ്റ് വിച്ച് വി ഫ്രെറ്റ് ദാറ്റ് സീം ടു പ്രിസൺ ആൻഡ് കൺട്രോൾ ആർ ബട്ട് ദ ഡോർസ് ഓഫ് ഡയറിങ് സെറ്റ് ജാർ ബിഫോർ ദ സോൾ. അപ്പോൾ എന്താണ് പറയുന്നത്? ആൻഡ് ഓൾ ദ ബാർസ് അറ്റ് വിച്ച് വി ഫ്രെറ്റ്. ബാർസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? തടസ്സം. അറ്റ് വിച്ച് വി ഫ്രെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വറി ഒക്കെ ഇല്ലേ, അല്ലെങ്കിൽ ദുഃഖം, സങ്കടം, വിഷമം എന്നൊക്കെ പറയാം. ആൻഡ് ഓൾ ദ ബാർസ് അറ്റ് വിച്ച് വി ഫ്രെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദുഃഖത്തിൻ്റെ ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. ദാറ്റ് സീം ടു പ്രിസൺ ആൻഡ് കൺട്രോൾ. അപ്പോൾ ആ ദുഃഖത്തിൻ്റെ തടസ്സങ്ങൾ എന്താണ്? പ്രിസൺ പോലെ, അതായത് ഒരു ജയില് പോലെ ആവും. മാത്രമല്ല ആൻഡ് കൺട്രോൾ, ആ ദുഃഖമൊക്കെ നമ്മളെന്ത് ചെയ്യും? നമ്മളെ കൺട്രോൾ ചെയ്യും. നമ്മുടെ ലൈഫിൽ എന്താണ്? എപ്പോഴും എന്താണ്? ദുഃഖവും അതുപോലെ സങ്കടവും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാവാം. എന്താണ്? അതൊന്നും ഒരു ജയിലായിട്ട്, അതായത് നമ്മളെ കൺട്രോൾ ചെയ്യാണ്ട് കൺട്രോൾ ചെയ്യരുത്. നമ്മളൊക്കെ ഒരു ജയിലായിട്ട് ഈ ദുഃഖവും ദുരിതവും ഒന്നും മാറരുത്. ഓക്കെ. ആർ ബട്ട് ഡോർസ് ഓഫ് ഡയറിങ് സെറ്റ് എ ജാർ ബിഫോർ ദ സോൾ. സെറ്റ് എ ജാർ എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി ഓപ്പൺ, അതായത് ചെറുതായിട്ട് തുറന്നു വരും. അപ്പോൾ ഇങ്ങനെ ദുഃഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും, ഒരുപാട് ദുഃഖങ്ങളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടായിട്ട് ഒരു ജയിൽ പോലെയാണെങ്കിലും ആർ ബട്ട് ദ ഡോർസ് ഓഫ് ഡയറിങ്, ധൈര്യത്തിൻ്റെ വാതിൽ എന്ത് ചെയ്യും? ചെറുതായിട്ട് നമ്മുടെ സോളുകളിൽ ഇങ്ങനെ തുറന്നു വരണം. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ദുഃഖങ്ങളും ഒരുപാട് ദുരിതങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതൊന്നും നമുക്കൊരു ജയിലായിട്ട് നമ്മളെ കൺട്രോൾ ചെയ്യരുത്. അങ്ങനെ ആവരുത്. നമുക്ക് എന്താണ്? ഒരു ധൈര്യത്തിൻ്റെ വാതിൽ തുറന്നു വരും. ഒക്കെ എല്ലാ കാര്യങ്ങളും ശരിയാവും. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം. നമുക്ക് എപ്പോഴും ധൈര്യം ഉണ്ടാവണം എന്നൊരു ടോപ്പിക്കാണ്, എന്നൊരു ആശയമാണ് നമുക്ക് ഈ പോം നമുക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ പോമിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ ചെറിയ ഒരു പോമാണ്. ആകെ 3 സ്റ്റാൻസാസ് ആണ് ഉള്ളൂ. അപ്പോൾ ഇനി ഇതിന് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.